അപ്പൊ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ഡയറ്റ് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റൽസിലെ ഈ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ചാർട്ടും പിന്നെ എക്സസൈസ് ചാർട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു ജനറലൈസ്ഡ് ആണ് നമ്മുടെ ഡയറ്റും എക്സസൈസ് എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ശരിക്കും അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഓരോ പേഷ്യന്റിന്റെ BMIയും അവരുടെ ഹൈറ്റും വെയിറ്റും അവരുടെ മെറ്റബോളിക് പ്രൊഫൈലും അവരുടെ കോമോർബിഡിറ്റീസ് അസുഖങ്ങളും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ശരിക്കും ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഡയറ്റ് ചാർട്ട് കൊടുത്ത് വിട്ടിട്ട് ഇന്നത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടതിനകത്ത് വലിയ അർത്ഥമില്ല. അതും മാത്രമല്ല നമുക്ക് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡയറ്റ് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ സംഭവമായിരിക്കും. നമ്മള് അതെ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് ചെയ്യാൻ പറ്റണം. ഒരു ഡയറ്റ് എടുക്കുന്ന ഒരാള് പ്രഗ്നൻസിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പം ഡയറ്റ് എടുക്കാൻ പറ്റുന്നത് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ഡയറ്റ് എന്ന് പറയുന്നതാണ് സസ്റ്റൈനബിൾ ഡയറ്റ്. അപ്പൊ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ഡയറ്റ് എടുക്കാൻ പറ്റും, സസ്റ്റൈനബിൾ ഡയറ്റ്. അപ്പൊ നമ്മള് ബിരിയാണി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അപ്പൊ നമ്മളത് എങ്ങനെ ഹെൽത്തി ആയിട്ടൊരു ബിരിയാണി കഴിക്കാമെന്നും നമ്മൾ പഠിക്കണം. അതെ.